മൈസൂർ ദസറയാണ്. ഒക്ടോബർ 3 മുതൽ 12 വരെ. ആദ്യം കാണുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രമാണ്. ചാമുണ്ടി ഹിൽസ്. ആദ്യം ദേവിനെ തൊഴുക. കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം തുറക്കാൻ ഏകദേശം 9 മണിയാകും. ഇതാണ് മൈസൂർ സിറ്റി ബസ് 201. ചാമുണ്ടി ഹിൽസ് മുതൽ മൈസൂർ സിറ്റി വരെയാണ് ഈ ബസ്. ഇതിൻ്റെ ഓരങ്ങളിലെ കാഴ്ചയാണ് കൂടുതലും. ഇവിടെ തന്നെയാണ് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആദ്യം സാഡ് മ്യൂസിയം. ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു മ്യൂസിയമാണിത്. അതിമനോഹരമായി തന്നെ കാണുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സീഷൽ മ്യൂസിയം. രാധാ മാധപ്പയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ എൻട്രി പാസ് വരുന്നത്. ഇത് കർണാടകയുടെ റാപ്പിഡ് റിസർവ് പോലീസിൻ്റെ ഓഫീസാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കർണാഞ്ജലി ലേക്ക്, ബട്ടർഫ്ലൈ ലേക്ക് എന്നും ഇതറിയപ്പെടുന്നു. ഏകദേശം ഒരു 100 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. ഇതാണ് സുവോളജിക്കൽ പാർക്ക്, ചാമരാജ സുവോളജിക്കൽ പാർക്ക്. ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അണ്ടർ വാട്ടർ സൂ. കടൽ മത്സ്യങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. എൻട്രി ഫീസ് 100 രൂപയാണ്. ഇത് സിറ്റി ബസ് സ്റ്റാൻഡ്. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ജഗ്മോഹൻ ആർട്ട് ഗാലറി. നിരവധി പെയിൻറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് മൈസൂർ പാലസ്, അംബവിലാസ് പാലസ്. എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. രാത്രിയിൽ അതിമനോഹരമായി തന്നെ കാണപ്പെടും. കാരണം രാത്രിയിൽ നഗരം മുഴുവൻ പ്രകാശത്തിൽ മുഴുകിയിരിക്കും. പാലസും. ഇതാണ് പാലസ്. രാത്രിയിൽ ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കും. അതിമനോഹരമായിരിക്കും ആ സമയം കാണാൻ. നഗരങ്ങളും ഇതുപോലെ തന്നെ ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും.